Hi, I am Sri Lakshmi Harikrishnan, Head of the Department, Reliant Institute of Logistics. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് ലോജിസ്റ്റിക്സ്. സോ എന്താണ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? സോ വാട്ട് ഈസ് എവല്യൂഷൻ? സോ എവല്യൂഷൻ ഈസ് വാട്ട് ഇവോൾവ്സ് ഫ്രം വൺ കണ്ടീഷൻ ടു അനദർ. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോജിസ്റ്റിക്സ് എപ്പോഴാണ് ഇവോൾവ് ചെയ്തത്? ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ലോജിസ്റ്റിക്സ് ഇറ്റ് സിംപ്ലി മീൻസ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, പീപ്പിൾ, സർവീസസ്, ക്യാപിറ്റൽ, എനിത്തിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇതിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ലോജിസ്റ്റിക്സ് മനുഷ്യനുണ്ടായ കാലം തുടങ്ങി ഉണ്ടായി എന്ന് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ദ ഏർലി ഹ്യൂമൻസ് വെയർ വാണ്ടറേഴ്സ്. ആദ്യകാലം മനുഷ്യരായിരുന്ന നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരുന്നു. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വരും. അവിടെ നമ്മൾ ഹണ്ടർ ഗ്യാദറേഴ്സും കൂടെ ആയിരുന്നു. വേട്ടയാടിയും അവിടെയുള്ള കായ്കനികളും ഒക്കെ കഴിച്ച് അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പലായനം ചെയ്തു പോവും. ഇങ്ങനെയായിരുന്നു എത്രയോ കാലം നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. സോ 30,000 years back, when an ice age developed, the hunter-gatherer community had to stop moving and settle down in certain areas. 30,000 വർഷങ്ങൾ മുന്നേ ഒരു ഐസ് ഏജ് ഡെവലപ്പ് ചെയ്തപ്പോൾ ഈ ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്ന നമ്മൾക്ക് മൂവ്മെൻ്റ് ഒട്ടും പോസിബിൾ ആയിരുന്നില്ല. നമുക്കൊരു സ്ഥലത്ത് സെറ്റിൽ ആവേണ്ട സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായി. സോ ഐസ് ഏജിന് അവസാനിച്ചതിന് ശേഷം ഏകദേശം 16,000 years വർഷങ്ങൾക്ക് ശേഷം ആളുകൾ കമ്മ്യൂണിറ്റീസും സൊസൈറ്റീസുമായിട്ട് ജീവിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഐസ് ഏജ് കാലഘട്ടത്ത് അവർക്ക് മൂവ്മെൻറ്റ്സ് ഒന്നും പോസിബിൾ ആയിരുന്നില്ല. സോ ദേ ഹാവ് ടു ഫൈൻഡ് ദെയർ ഓൺ വേ ഫോർ ദെയർ റിസോഴ്സസ്. ഫുഡിനുള്ള റിസോഴ്സസ് അവർ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ദ കൾട്ടിവേഷൻ ഓഫ് അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്. സോ ഹ്യൂമൻ സ്റ്റാർട്ടഡ് സെറ്റിലിംഗ് അറ്റ് വൺ പ്ലേസ്. സോ ആളുകൾ കമ്മ്യൂണിറ്റീസ് ആയിട്ടും സൊസൈറ്റീസ് ആയിട്ടൊക്കെ ഈ ഒരു ഐസേജ് കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ജീവിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ പഴയ കാലഘട്ടങ്ങളിലെ സുമേറിയൻ, ബാബിലോണിയൻ, അക്കാഡിയൻ, മെസപ്പൊട്ടാമിയൻ തുടങ്ങിയ സിവിലൈസേഷൻ, ഏൻഷ്യൻ സിവിലൈസേഷൻ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യാപാര സംവിധാനവുമായി ബന്ധിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥകളും ലോജിസ്റ്റിക്സിൻ്റെ വലിയ പങ്കാളിത്തവും നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഏർലി സ്റ്റേജ് ഹോമോസാപ്പിയൻസിൻ്റെ കാലഘട്ടങ്ങൾ പറയുകയാണെങ്കിൽ അവർ വേട്ടയാടുന്ന മൃഗങ്ങളുടെ മാംസങ്ങൾ പ്രിഡേറ്റേഴ്സിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഈ ഫുഡിനെ അവർ സേഫസ്റ്റ് ഷെൽട്ടേഴ്സിലേക്ക് അവർ മാറ്റുമായിരുന്നു. സോ ഇങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യുമ്പം ഇതെല്ലാം നമുക്ക് ലോജിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇന്നത്തെ സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ഓൺലി ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്. നമ്മൾ എന്തൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്? വി ട്രാൻസ്പോർട്ടഡ് ഫുഡ്, കൺസ്ട്രക്ഷൻ, ദെൻ ആനിമൽസ്, ക്ലോത്ത്സ്, അങ്ങനെ എന്തും നമുക്ക് വേണ്ട എല്ലാ അമ്യൂണിറ്റീസും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. സോ പോകെ പോകെ നമ്മൾ ഓരോന്നും നമ്മൾ ഇന്നോവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ നമ്മളുടെ ഏറ്റവും വലിയൊരു ഗ്രേറ്റസ്റ്റ് ഇന്നോവേഷൻ ആയിരുന്നു ദാറ്റ് ഈസ് ഇൻവെൻഷൻ ഓഫ് വീൽസ് എന്ന് പറയുന്നത്. സോ ഇൻവെൻഷൻ ഓഫ് വീൽസ് ആസ് എ ഡൈനാമിക് ഇമ്പാക്ട് ഓൺ ദ എവല്യൂഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ലോജിസ്റ്റിക്സ്. സോ വീൽസും കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് മൂവ്മെൻറ്റ് കുറേയും കൂടെ പോസിബിൾ ആയിരുന്നു. നമ്മൾ ഓൾറെഡി എന്താ പറയുക, പഴയ കാലഘട്ടങ്ങൾ എടുക്കുകയാണെങ്കിൽ ഗ്രീക്കുകാരാണ് ആദ്യമായിട്ട് റോവിങ് വെസൽസ് കണ്ടുപിടിച്ചത്. അന്ന് അവർ പാപ്പറസ് റീഡ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു അവർ റോവിങ് വെസൽസ് ഉണ്ടാക്കിയിരുന്നത്. സോ ഈ വെസൽസ് യൂസ് ചെയ്തിട്ട് ലോങ് നാരോ ബോട്ട്സ് ആയിരുന്നു അത്. ഈ വെസൽസ് യൂസ് ചെയ്ത് ആ കാലഘട്ടങ്ങളിൽ അവർ ഇൻ്റർ കോണ്ടിനെൻ്റൽ ട്രേഡും കാര്യങ്ങളും നടത്തിയിരുന്നു. സോ പിന്നെ നമ്മൾ ഗ്രാജുവലി നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടേഷൻ, പല മോഡ്സ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഓഷ്യൻ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായി. ദെൻ 1956 നമ്മൾ കണ്ടെയ്നേഴ്സ് കണ്ടുപിടിച്ചു. സോ ഈ കണ്ടെയ്നേഴ്സും കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം ഇൻ്റർനാഷണൽ ഫ്ലോ ഓഫ് ഗുഡ്സിന് വലിയൊരു ബൂമിങ് ഉണ്ടായി. സോ ഇങ്ങനെ വന്ന എല്ലാ ടെക്നോളജിക്കലായിട്ടും വന്ന എല്ലാ മാറ്റങ്ങളും നമ്മുടെ ലോജിസ്റ്റിക് ഇൻഡസ്ട്രീനെ നല്ല രീതിയിൽ ഡെവലപ്ഡ് ആക്കി. സോ ഇനി നമുക്ക്
ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് അത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേജ് പറയുവാണെങ്കിൽ ആൻറ്റിക്വിറ്റി എന്ന് പറയും. അതായത് ദ ഒറിജിൻ ഓഫ് ലോജിസ്റ്റിക്സ് can be traced back to Mesopotamia, Egypt, China and Rome. So ഈ ഏൻഷ്യൻറ്റ് സിവിലൈസേഷനിൽ ആർമിക്കും സിറ്റീസിനും അതുപോലെ ട്രേഡ് നടത്തുന്ന സ്ഥലങ്ങളിലേക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി പല വിധത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളും സ്റ്റോറേജ് സംവിധാനങ്ങളും ഒക്കെ നമ്മൾ ആവിഷ്കരിച്ചു. മെയിൻലി ആ കാലഘട്ടങ്ങളിൽ വി ആർ യൂസിങ് ദ കാർട്ട്, ഷിപ്പ് and pack animals, establishing strategic routes and warehouses. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് മിഡിൽ ഏജസ് എന്ന് പറയും. സോ ഈ ഒരു കാലഘട്ടങ്ങളിൽ during this period the guilds and trade route played an essential part in the exchange of goods. So storage and distribution has took shape in the market. ഈ ഒരു കാലഘട്ടങ്ങളിലാണ് അങ്ങനെ വന്നത്. അതിനുശേഷം then ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട്സ്. സോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഇത് പറയുകയാണെങ്കിൽ the invention of machineries, railways, steamship, these all transformed our transportation system, enabling a faster and more efficient flow of goods. അതായത് 18ാം നൂറ്റാണ്ടിൽ ലോജിസ്റ്റിക്സിന് ഒരു വലിയ വഴിത്തിരിവായിരുന്നു. കാരണം നമ്മൾ മെഷീൻസ് നമ്മൾ ഇൻവെൻറ്റ് ചെയ്തു. സോ മെഷീൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മാസ് പ്രൊഡക്ഷൻ അവിടെ പോസിബിൾ ആയിരുന്നു. ദെൻ റെയിൽവേസ്, റെയിൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ സ്റ്റീം ഷിപ്പുകൾ അവിടെ വന്നു. സോ എന്നിവിടെയൊക്കെ കണ്ടുപിടുത്തം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ അവിടെ രൂപപ്പെട്ടു. സോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്തായി, ഫാസ്റ്റർ ആയിട്ടും കുറേയും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടും നമുക്ക് ഗുഡ്സ് മൂവ്മെൻറ്റ് അവിടെ പോസിബിൾ ആയിരുന്നു. ദ നെക്സ്റ്റ് വൺ ഇസ് 20th century. സോ ഈ ഒരു കാലഘട്ടമായപ്പോഴത്തേക്കും the logistics became more formal area of study and research. കാരണം mass production, globalization, then the adoption of new technologies, that is telephone, radio, internet, ഇതെല്ലാം തന്നെയും ലോജിസ്റ്റിക്സിനെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. സോ ഈ ഒരു കാലഘട്ടത്തിൽ വി യൂസ് ദ മെത്തേഡ് സച്ച് ആസ് ജസ്റ്റ് ഇൻ ടൈം, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഇൻട്രൊഡ്യൂസ്ഡ് ആയി. Then next comes to the digital era. So with the advancement of digital technology and the advent of information age, logistics underwent a drastic change. കാരണം നമ്മൾ വെയർഹൗസ് ആണെങ്കിലും ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്തു, ബാർകോഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി, RFID ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി, ആൻഡ് റിയൽ ടൈം ട്രാക്കബിലിറ്റിയും ട്രേസബിലിറ്റിയും എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തു. സോ ലോജിസ്റ്റിക്സിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു ഡിജിറ്റൽ എറ എന്ന് പറയുന്നത്. ദെൻ ലോജിസ്റ്റിക്സ് 4.0, that is modern logistics, ആധുനിക ലോജിസ്റ്റിക്സ്, അതായത് ഡിജിറ്റലൈസേഷൻ എന്ന് പറയും. സോ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ഡിജിറ്റലൈസേഷൻ, ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് IoT, ദെൻ റോബോട്ടിക്സ് പ്രോസസ്, ഓട്ടോമേഷൻ എന്നിവയെ അടിസ്ഥാനമായിട്ടുള്ള റൂട്ട് ഒപ്റ്റിമൈസേഷൻ, ഓട്ടോമേറ്റഡ് വാഹനങ്ങളുടെ ഉപയോഗം, അതുപോലെ ഓട്ടോമേറ്റഡ് വെയർഹൗസുകൾ, ഇങ്ങനെ പുതിയ സാങ്കേതിക യുഗത്തിലേക്ക് നമ്മൾ ഇറങ്ങി. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ലോജിസ്റ്റിക്സ് 5.0. So this is a term coined by the European Commission. That is, the logistics industry seeks to promote additional values vital to its future. So these include human well-being, sustainability, resilience, ഇതെല്ലാമാണ് വരുന്നത്. സോ ഇതിനകത്ത് ഇറ്റ് ഓൾസോ എൻകറേജ് the development of resilience strategy that bolster the sector against unexpected supply chain distraction like those caused by the corona pandemic. ഇനി നെക്സ്റ്റ് വൺ, എന്താണ് ലോജിസ്റ്റിക്സ് അല്ലേ? ലോജിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു, ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വേർഡ് ആദ്യമായിട്ട് പറയണത് ഗ്രീക്ക് വേർഡ് ലോഗോസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്കിയിലാണ് ഉണ്ടായതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ചില അതോറിറ്റീസ് ക്ലെയിം ചെയ്യുന്നുണ്ട് ദ വേർഡ് ലോജിസ്റ്റിക്സ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ലോഗർ എന്നുള്ളതും. ആൻഡ് അതുപോലെ തന്നെ ഇറ്റ് ഈസ് എഗ്രീഡ് ദാറ്റ് ദ ലോജിസ്റ്റിക്സ് ഒറിജിനേറ്റഡ് ഫ്രം മിലിറ്ററി നീഡ്സ് ടു സപ്ലൈ ദംസെൽസ് വിത്ത് ആംസ്
ammunitions and ration as they moved forward to a forward position. അതായത് മിലിറ്ററിയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ടേം ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ യൂറോപ്പ് അക്സെപ്റ്റ് ചെയ്യുകയും ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ എല്ലായിടവും നമുക്ക് അക്സെപ്റ്റ് ചെയ്ത മിലിറ്ററി അക്സെപ്റ്റ് ചെയ്ത ടേമാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ടേം അതുപോലെ തന്നെ നമ്മൾ പഴയ കാലഘട്ടങ്ങളിലെ ഗ്രീക്ക്, റോമൻ, ബിസാൻഡർ എംപയർ കാലഘട്ടങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലോജിസ്റ്റിക്കാസ് എന്ന ടൈറ്റിലുള്ള മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ലോജിസ്റ്റിക് ടേം that was first used by Henry Germany, Alfred Thayer Mahan and others. And the term was adopted by US military after the World War I and gained importance in other nations after the World War II. അതുപോലെ its importance grew in the 20th century with the increasing complexity of modern warfare. എന്താണ് ലോജിസ്റ്റിക്സ്? ഇത്രയും നേരം നമ്മൾ ലോജിസ്റ്റിക്സ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, അതിൻ്റെ ഓരോ ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ്സ്, കാര്യങ്ങൾ ഇതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്? ദ മാനേജ്മെൻറ്റ് പ്രോസസ് വിച്ച് ഇൻറ്റഗ്രേറ്റ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, സർവീസസ്, ഇൻഫർമേഷൻ ആൻഡ് ക്യാപിറ്റൽ റൈറ്റ് ഫ്രം ദ സോഴ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ till it reaches its end consumer is known as logistics management. അതായത് ഗുഡ്സ്, സർവീസസ്, ക്യാപിറ്റൽ, ഇൻഫർമേഷൻ, റോ മെറ്റീരിയൽ എന്നിവയുടെ ഉറവിടം മുതൽ അതിൻ്റെ എൻഡ് കൺസ്യൂമറുടെ അടുത്ത് എത്തുന്നിടം വരെ സമന്വയിപ്പിക്കുന്ന മാനേജ്മെൻറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ലോജിസ്റ്റിക്സ് is to provide the right product with the right quality, right time, right place, right price to the ultimate customer. So, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ദ എവല്യൂഷൻ ഓഫ് ലോജിസ്റ്റിക്സ്, ദ ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ലോജിസ്റ്റിക്സ്. ഓരോ കാലഘട്ടങ്ങളിലായിട്ട് ലോജിസ്റ്റിക്സ് എങ്ങനെയാണ് ഇന്നത്തെ ഇത്രയും അഡ്വാൻസ്ഡ് രീതിയിലേക്ക് എത്തിയത് എന്നുള്ളതും, അതുപോലെ തന്നെ വാട്ട് ഈസ് ലോജിസ്റ്റിക്സ് അല്ലേ? സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ സെഷൻ വെൽ. കൂടുതൽ ക്ലാസ്സുകളും ലോജിസ്റ്റിക്സ് റിലേറ്റഡ് വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ് സംബന്ധിച്ച ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അതുപോലെ നമുക്ക് വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ടാവും, അതിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സോ ദിസ് ഈസ് ശ്രീലക്ഷ്മി ഹരികൃഷ്ണൻ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, റിലയൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ.